ദൈവനാമത്തിന് മഹത്വം. വിശ്വാസികളെക്കാൾ അവിശ്വാസികളാണ് സേവനത്തിന് ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അത് ഈ അവർക്ക് വിശ്വാസികൾക്ക് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം അവിശ്വാസികൾക്ക് കൂലി കിട്ടുമെന്നുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ മിക്കവാറും വിളിച്ച രാത്രിയാണെങ്കിലും സമയത്താണെങ്കിലും അവരങ്ങനെ വന്ന് സേവനം ചെയ്യും. വിശ്വാസികളെക്കാൾ ആ കാര്യത്തിൽ അങ്ങനെയാണ്. ഇപ്പോ സേവനം ചെയ്യുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു. ദൈവത്തെ സേവിക്കാനും മനുഷ്യനെ സേവിക്കാനുമായിട്ടൊക്കെ അല്ലേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്, നിങ്ങൾ ഓർക്കുന്നു വിചാരിക്കുന്നു. അവർ മുൻപേ തങ്ങളെ തന്നെ ദൈവത്തിനും പിന്നെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. അല്ലേ? നമ്മുടെ സേവനത്തിന്റെ മെത്തേഡിലെ രണ്ടാണ്. മുൻപേ ദൈവത്തിനും പിന്നെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ 2 കൊരിന്ത്യർ 8-5 വാക്യത്തിലുണ്ട്. പൗലോസിനും മിഷണറി ടീമിനും അവർ ഏൽപ്പിച്ചു കൊടുത്തു. അതെങ്ങനെയായിരിക്കും അവർ ചെയ്തത്? ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തൊക്കെ നമുക്കറിയാം എങ്ങനെയൊക്കെയാണെന്ന് ഏകദേശമൊക്കെ. പക്ഷെ മനുഷ്യർക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ഞാൻ വിചാരിക്കുന്നു പൗലോസിന്റെയും പൗലോസിനൂടെയുള്ള ആളുകളുടെയും അതാത് സമയങ്ങളിലെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അറിഞ്ഞ് അത് നിവർത്തിക്കാനായിട്ട് അവർ അവരെ തന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കെല്ലാം ഉണ്ടായിരിക്കേണ്ടതായിരിക്കുന്ന ഒരു വലിയ സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തെ സേവിക്കുകയും മനുഷ്യനെ സേവിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഞാനിന്ന് ഈ ശുശ്രൂഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ശുശ്രൂഷയ്ക്കായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ചതായിരിക്കുന്ന ആളുകള് ഒരു സഭയ്ക്ക് വലിയൊരു അസറ്റാണല്ലേ. ഈ അമേരിക്കക്കാരൊക്കെ ഫോൺ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അങ്ങനെ പ്രയോഗം അവർക്കുണ്ട്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറഞ്ഞാൽ എന്താ? താങ്കൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മളങ്ങനെ ചോദിക്കാറില്ല. ആരെങ്കിലും ഫോൺ ചെയ്താ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുമെന്ന്. അത് ഒരു സേവന മനോഭാവത്തിന്റെ ഒരു 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 ഉള്ളടക്കമാണ്. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? ബ്രദറെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ചെയ്യാനായിട്ട് ഞങ്ങളെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരാരും ഇല്ലെന്ന് ഞാൻ പറയില്ല. ചോദിക്കുന്നവരുണ്ടെങ്കിൽ വളരെ ചുരുക്കം ആളുകളെ. നമ്മളൊക്കെ പഠിക്കേണ്ടതായിരിക്കുന്ന വലിയൊരു പാഠമാണിതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കളെ ഒരു രാജ്യമായിട്ട്, ഒരു ദേശമായിട്ട്, ഒരു ജനമായിട്ടൊക്കെ തീർന്നത് മുതൽ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ ശുശ്രൂഷ എന്ന് പറയുന്നതിന്, സർവീസ് അല്ലെ മിനിസ്ട്രി എന്നൊക്കെ പറയുന്നതിന് വലിയ പ്രാധാന്യം ദൈവം അവരുടെ മധ്യത്തിൽ കൊടുത്തിരുന്നു. ഫറവോനോട് മോശ മുഖാന്തരം പറയുമ്പോൾ ദൈവം പറയാനായിട്ട് ആഗ്രഹിച്ചത്, അവരെന്റെ ജനമാണ്, അവരെ ഇങ്ങനെ അടിമത്തത്തിൽ സൂക്ഷിക്കുന്നത് ശരിയല്ല, നിങ്ങളവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്നൊന്നുമല്ല പറഞ്ഞത്. മോശ മുഖാന്തരം പറഞ്ഞത് എന്താണ്? എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ ജനത്തെ വിട്ടായി. ദൈവം ഒരു ജനത്തെ വീണ്ടെടുക്കുകയും രക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മനസ്സിലുള്ള പ്രധാനമായിരിക്കുന്ന ചിന്ത എന്താന്ന് ചോദിച്ചാൽ, ദൈ മസ്റ്റ് സെർവ് ഹിം. എനിക്ക് അവർ ശുശ്രൂഷ ചെയ്യണം, എനിക്ക് അവർ ശുശ്രൂഷ ചെയ്യണം. ദൈവം നമ്മളെ രക്ഷിച്ചത് സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സേവ ചെയ്യാൻ വേണ്ടി അതിനെ രക്ഷിച്ചതെന്നൊന്നും നമ്മൾ പറയാറില്ല. പാപിയായ എന്നോട് കരുണ തോന്നി, എന്നോട് സ്നേഹിച്ചു, എനിക്ക് വേണ്ടി പുത്രനെ തന്നു. ഇങ്ങനെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രമല്ലേ നമ്മൾ പറയുന്നത്, ചിന്തിക്കുന്നത്. ഒക്കെ അങ്ങനല്ലേ? ദുർഭാഗ്യശാലിയാണ്, അനർഹനായി, എന്നെ ദൈവം സ്നേഹിച്ചു, എന്നെ ദൈവം കരുതി, എന്നെ പോറ്റി, എന്നെ തീറ്റി, എന്നെ പുലർത്തി. നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും എന്റെ ദൈവത്തെ സേവിക്കാനായിട്ട് ദൈവം എന്നെ രക്ഷിച്ചു. നമ്മുടെ ചിന്തയിൽ അങ്ങനെയില്ല. നമ്മളെ സ്തോത്രം ചെയ്യുമ്പോൾ ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒന്നാണ്, നിന്നെ സേവിക്കാനും നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനുമായിട്ട് നീ ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം. അങ്ങനെ പറയാറില്ല. നമ്മൾ പറയുന്നതൊക്കെ എന്താ പറയുന്നത്? നീ ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് സ്തോത്രം, ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് സ്തോത്രം, പുത്രനെ തന്നത് കൊണ്ട് സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചത് കൊണ്ട് സ്തോത്രം. ഇങ്ങനത്തെ ഒരു കാര്യം പറയും. നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നന്ദി പറയും. എന്നാൽ ദൈവമേ, നിന്നെ സേവിക്കാനും നിന്നെ ആരാധിക്കാനുമായിട്ട് നീ ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം എന്ന് പറയുന്നു. ഇവിടെ ദൈവം മോശയോട് പറഞ്ഞു, നീ പോയി ഫറവോനോട് പറയണം, എന്നെ സേവിക്കാൻ എൻ്റെ വിട്ടായി. ഞാനേ ഇവരെ സൃഷ്ടിച്ചത് നിന്നെ സേവിക്കാൻ വേണ്ടിയല്ല, നിനക്ക് ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടിയല്ല. കുറെ കാലം ഉണ്ടാക്കി, മതി, എവിടെ ഇരിക്കട്ടെ.
ഇനിയുള്ള കാലം അവർ എന്നെ സേവിക്കണം. ഇനി അവർ എന്നെ സേവിക്കണ്ട, എന്നെ അവരെ വിട്ടയക്കണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നു ഫറവോന്റെ മുൻപിൽ മോശ അങ്ങനെ ഒരു ആവശ്യം പ്രസ്താവിച്ചപ്പോ ഈ ഫറവോൻ ചോദിച്ച, അപ്പൊ ഈ യഹോവ എന്ന് പറയുന്ന ആരാ? അവനെ സേവിക്കാനാണ്. ഫറവോൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്, എന്നെ സേവിക്കുന്ന മനസ്സിലാക്കുക. ആരുടെ ഈ യഹോവ എന്നാ ചോദിച്ചത്. ദൈവത്തെ സേവിക്കാനായിട്ട് ഒരു ജനത്തെ വിട്ടയക്കുക എന്നൊക്കെ പറയുന്ന ഒരു ചിന്തയൊന്നും ഫറവോൻ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തിന് ദൈവമക്കളായ നമുക്ക് പോലും ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമുക്ക് പോലും ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞു. പക്ഷെ നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ്, ദൈവം നമ്മെ രക്ഷിച്ചത് ദൈവത്തെ സേവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അവനൊരു രാജകീയ പുരോഹിതവർഗം വേണമായിരുന്നു, അവനൊരു സ്വർഗത്തിൽ ജീവിക്കാൻ കുറെ മനുഷ്യർ വേണമായിരുന്നു, അവനെ ആരാധിക്കാനും സ്വതന്ത്രം പറയാനും കുറെ മനുഷ്യർ വേണമായിരുന്നു, അതുവേണ്ടി ദൈവം ചെയ്തതാണ്. ഇതൊക്കെ സേവിക്കുക എന്ന് പറഞ്ഞതെല്ലാം ഉൾപ്പെടുന്നുണ്ടില്ലെന്നൊന്നും ഞാൻ ഓവർലുക്ക് ചെയ്യുന്നില്ല. എങ്കിലും എന്നെ സെർവ് ചെയ്യാനായി, എൻ്റെ ഇഷ്ടം ചെയ്യാനായി, എൻ്റെ താല്പര്യങ്ങൾ നോക്കാനായി, എന്നെ പ്രസാദിപ്പിക്കാനായി എൻ്റെ ജനത്തെ നീ വിട്ടയക്കണം. അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് എപ്പോഴും നല്ലതാണ്. ദൈവത്തെ ആരാധിക്കാനായിട്ട് ഞായറാഴ്ച വരുമ്പോഴും മറ്റു ദിവസങ്ങളിൽ വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും, ദൈവമേ നിന്നെ സേവിക്കാനായിട്ട് നീ എന്നെ വിളിച്ചല്ല. ഇപ്പോ ടാറ്റയെ സേവിക്കാനായി ടാറ്റയുടെ ഓഫീസിൽ ജോലി കിട്ടിയാല്, അല്ലെങ്കിൽ ഇന്നത്തെ വലിയ വലിയ പണക്കാരായിരിക്കുന്ന ആളുകളുടെ ഓഫീസിൽ ജോലി കിട്ടിയാൽ നമ്മൾക്ക് എന്തൊരു പ്രിവിലേജ് പറയും അല്ലേ? ഇവിടെയൊക്കെ ഇന്നത്തെ വലിയ ധനവാന്മാരായിരിക്കുന്ന ആളുകൾ, ഞാൻ ടാറ്റയുടെ പേരൊക്കെ പറഞ്ഞതേ ഉള്ളൂ, അതുപോലെയൊക്കെ ടാറ്റയേക്കാൾ ധനവാന്മാർ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അവരുടെയൊക്കെ സെക്രട്ടറി ആയിട്ടൊക്കെ അവരെ സേവിക്കാൻ കിട്ടി നമ്മൾ വിൽ ബി വെരി പ്രൗഡ്, ഐ എം സെക്രട്ടറി ഓഫ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞ. പക്ഷെ നമ്മൾ ആരെങ്കിലും ഐ എം എ സെർവന്റ് ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവത്തിന്റെ ഒരു ദാസനാണ് ഞാൻ, ദൈവത്തെ സേവിക്കുന്നവരാണ് എന്ന് നമ്മൾ അഭിമാനം കൊണ്ട് പറയാനായിട്ട് നമ്മളെ കൊണ്ട് പലപ്പോഴും കഴിയുന്നില്ല. കാരണം നമ്മുടെ ചിന്തയിൽ ദൈവം വലിയവനാണെന്നൊക്കെ തിയോറിറ്റിക്കലി അറിയാമെങ്കിലും പ്രായോഗികമായിട്ട് ദൈവത്തേക്ക് വലിയ ആളുകളെ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതിന് ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഇപ്പോ നമ്മുടെ ബോസ് പറയാണ്, നാളെ ഞായറാഴ്ച നീ രാവിലെ 10 മണിക്ക് ഓഫീസിൽ വരണം, കർത്താവ് പറഞ്ഞ സഭായോഗത്തെ ലക്ഷ്യമാക്കി വിചാരിക്കരുത്. ആരെയും അനുസരിക്കാൻ പോകുന്നത്? വളരെ കൂളായിട്ട് നമ്മൾ മറ്റിടത്ത് പോകും. എന്നിട്ട് ഇവിടെ വന്ന് അടുത്താഴ്ച പറയും ഓഫീസ് അത്യാവശ്യമായിട്ടും ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ കർത്താവ് നിന്നോട് പറഞ്ഞതോ? അത് കർത്താവ് അങ്ങനെ പലതും പറയും, എല്ലാം കേൾക്കാറ് പോകും, ഒരു എളുപ്പം ചെയ്യും. അത് നമ്മുടെ ഒരു ഇതാണ്. അപ്പൊ ദൈവത്തെ നാം സേവിക്കുക, ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയുന്ന ഒരാശയം നമ്മുടെ മനസ്സിലേക്ക് വളരെ അടിവരയിട്ട് അങ്ങനെ എഴുതണം. ഗാഡ് സെഡ് മീ ടു സെർവ് ഹിം. ദൈവത്തെ ശുശ്രൂഷിക്കാനാണ് ദൈവം എന്നെ രക്ഷിച്ചത്. അതാണ് പ്രാഥമികമായി ദൈവം എന്നെ രക്ഷിച്ചതിന് പിൻപിലുള്ള ദൈവത്തിന്റെ. ദൈവം നമ്മെ എന്തിനാ സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയല്ലേ. അല്ലാതെ ഇങ്ങനെ ഒരു ഭൂമി സൃഷ്ടിച്ചു, ഇനിയിപ്പോ ഈ ഭൂമിയിൽ ആരെങ്കിലും ഒരാളെ വേണമല്ലോ, അല്ലെ പിന്നെ ഞാൻ ഈ സൃഷ്ടി ചെയ്ത ഭൂമി അർത്ഥശൂന്യമായി പോലെ എന്നാ ഒരു മനുഷ്യനെ അങ്ങ് സൃഷ്ടിച്ചു കളയും. അങ്ങനെയൊന്നും അല്ലല്ലോ. ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. ഓൾ ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ്. ഗ്ലോറിയ, ദൈവത്തിന്റെ മഹത്വം. അതിനൊക്കെ അവരൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ സംഭവം, ദി ഹയസ്റ്റ് ഗുഡ് ഓഫ് അവർ ലൈഫ് ഈസ് ടു സെർവ് ഗാഡ്, ടു ഗ്ലോറിഫൈ ഗാഡ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞ, ആകയാൽ എന്ത് തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവ മഹത്വത്തിന് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ ടോട്ടൽ ദ സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് അവർ ലൈഫ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. ദ ഗ്ലോറി ഓഫ് ഗാഡ്. തിന്നാലും കുടിച്ചാലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതിനേക്കാൾ എങ്ങനെയാൽ ലളിതമാക്കി പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നിലനിൽപ്പിന് വേണ്ടി ഏറ്റവും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് രാവിലെ തിന്നുക കുടിക്കുക എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കട്ടിലിൽ തന്നെ ഇരുന്ന് നമ്മളിങ്ങനെ നമ്മുടെ കണ്ണ് തലോടിക്കൊണ്ട് പറയണം, നിന്റെ മഹത്വം കാണുവാനായിട്ട് എനിക്ക് ഇന്ന് രാവിലെയും കാഴ്ചയുള്ള ഒരു കണ്ണ് തന്നത് കൊണ്ട് സ്തോത്രം. നിന്റെ ശബ്ദം കേൾക്കാനായിട്ട് എനിക്ക് കേൾവിയുള്ള ചെവി ഇന്ന് രാവിലെയും തന്നതുകൊണ്ട് സ്തോത്രം. നിന്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കാനായിട്ട് എനിക്ക് സംസാരശേഷിയുള്ള ഒരു അവസരം നീ തന്നല്ലോ. നിന്നെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് എൻ്റെ ഹൃദയം ഇപ്പോഴും സജീവമായി തന്നെ ഇന്ന് രാവിലെ ഇരിക്കുന്നല്ലോ. നിന്റെ വഴികൾ നടക്കാനായിട്ട് എൻ്റെ 2 കാലുകളെ നീ ശക്തീകരിച്ചല്ലോ.
നിനക്ക് വേണ്ടി വലുതും ചെയ്യാനായിട്ട് ശക്തിയുള്ള 2 കരങ്ങളെ ഇന്ന് രാവിലെ എനിക്ക് തന്നല്ലോ. എത്ര ആളുകൾ ഇന്ന് രാവിലെ അവരുടെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ആഗ്രഹിച്ചിട്ട് എഴുന്നേൽക്കാൻ വയ്യ, കാണാൻ ആഗ്രഹിച്ചിട്ട് കാണാൻ വയ്യ, കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് കേൾക്കാൻ വയ്യ, സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് സംസാരിക്കാൻ വയ്യ. സ്ട്രോക്ക് വന്നു, അറ്റാക്ക് വന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. ദൈവമേ, നിന്നെ സേവിക്കാനായിട്ട് നീ എന്നെ ഒരു ദിവസം കൂടി എനിക്ക് അനുവദിച്ച് തന്നല്ലോ. അങ്ങനെ നമ്മൾ പറയാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കുന്ന കിടക്കുമ്പോൾ ഉണരുന്ന ഉടനെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാ, ഇത് രാവിലെ എനിക്ക് അവിടെ പോകാനുണ്ട്, രാവിലെ ഇന്നാര് വരാമെന്ന് പറഞ്ഞു, രാവിലെ ആളെ വിളിക്കണം. നമ്മുടെ മനസ്സിൽ പോകുന്ന ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യങ്ങളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലുമാണ്. ദൈവത്തിന്റെ താല്പര്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല. അപ്പൊ ഫറവോനോട് ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞെന്ന് പറയാൻ പറഞ്ഞു, എന്റെ ജനം എന്നെ സേവിക്കണം, അവരെ വിട്ടയക്കണം. നമുക്ക് തിരിച്ചു പറഞ്ഞാൽ എന്റെ ജനം എന്നെ സേവിക്കേണ്ടതിന് വേണ്ടിയാണ് സാത്താന്റെ അടിമത്തിൽ നിന്ന് ദൈവം നമ്മെ വിട്ടയച്ചത്. അതെ, കർത്താവിന്റെ ജനം കർത്താവിനെ സേവിക്കേണ്ടതിനും കർത്താവിനെ സ്തുതിക്കേണ്ടതിനു വേണ്ടിയാണ് കർത്താവ് സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചത്. അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഓൾ ത്രൂ ദ ഡേ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കാം. അപ്പോ അവിടെ ഒരു മനുഷ്യന് ഒരു ലേവ്യക്കാരൻ ആ വഴി പോയവനെ പിടിച്ച് കരപൂർണം ചെയ്ത് മീഖാവിന്റെ വീട്ടിൽ പാർത്ത്, പിന്നെ അവൻ എന്താ ചെയ്യുന്നത് അന്ന് തുടങ്ങി മീഖാവിന് ശുശ്രൂഷ ചെയ്യുക. അപ്പൊ ദൈവം നമ്മെ രക്ഷിക്കുകയും നമ്മെ കരപൂർണം ചെയ്യുകയും പരിശുദ്ധാത്മാവിനെ തരികയും നമ്മളെ അഭിഷേകം ചെയ്യുകയും നമ്മളെ മുദ്രയിടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ലേവ്യക്കാരൻ മീഖാവിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തന്നെ സമർപ്പിച്ചു കൊടുത്തു. കാരണം അവനവനെ കരപൂർണം ചെയ്തു, അവന് ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു, അവന് ജോലി വസ്ത്രം കൊടുക്കാമെന്ന് പറഞ്ഞു, അവന് ചാപ്പാട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനേക്കാളിലൊക്കെ എത്രയോ വലുതാ നമ്മുടെ ദൈവം നമുക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മീഖാവ് ചെലവ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ആ ലേവ്യക്കാരൻ അവനെ സേവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എന്തോരം ചെലവാണ് ചെയ്തിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയാണ്? ദൈവത്തെ സേവിക്കാൻ വേണ്ടിയാണ്. എനിക്കിഷ്ടമുള്ള ഒരു വാക്യമാണ് 2 ശമൂവേലിന്റെ പുസ്തകം, 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 11-ാം വാക്യം. ശമൂവേലിനെ പറ്റി പറയുന്നതായിരിക്കുന്ന ഒരു ചെറിയ വാക്യമാണ്, നമുക്കെല്ലാം അറിയാം. ശമൂവേൽ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. എത്ര വയസ്സുണ്ട് ആ സമയത്ത്? എനിക്കറിയില്ല എത്ര വയസ്സുണ്ട്. എത്ര വയസ്സ് കാണും? 3 വയസ്സുള്ളപ്പോഴാണ് ഏലിയുടെയൊക്കെ കൊണ്ട് കൊടുത്തതെന്ന് വിചാരിക്കുന്നു. കാരണം 3 പറവാവും 3 വയസ്സുള്ള ഒരു കാളക്കുട്ടിയെയും കൊണ്ടാണ് പോയത്. അപ്പോ അതിൽ നിന്നൊക്കെ വിചാരിക്കുന്ന മുലകൂടി മാറിയപ്പോഴാണ് 3 വയസ്സ് കാണുമെന്ന് വിചാരിക്കുന്നു. വലിയ 4 വയസ്സ് താഴെ കാണും. വളരെ ചെറിയ ഒരു കുട്ടിയാ. അപ്പോ ആ പ്രായത്തില് ചെന്ന ആദ്യത്തെ രാത്രിയൊന്നും അല്ല, കുറച്ച് ദിവസമായി കാണും, ചിലപ്പോൾ 1 വർഷമായി കാണും, ചിലപ്പോൾ 6 മാസമായി കാണും. ഏതായാലും വളരെ ചെറിയൊരു കുട്ടിയായിട്ട് അവനവിടെ കിടക്കുന്നു. സമാഗമന കൂടാരത്തിൽ തന്നെയാണ് കിടക്കുന്നത്. വിളക്കണതിന് മുമ്പ് അവിടെ പോയി കിടക്കുക. പക്ഷെ അവരെ പറ്റി പറയുന്നതാണ് ഏലിയുടെ മുൻപാകെ. കാരണം അന്ന് ദൈവത്തിന്റെ പുരോഹിതനായുള്ളത് ഏലിയാണ്. ആ ഏലി പറയുന്ന കാര്യങ്ങളാണ് യഹോവയുടെ സേവനമായിട്ട് അന്ന് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. എൻ്റെ വിചാരം വിളക്ക് തിരി കൊളുത്തുക, വിളക്ക് എണ്ണ ഒഴിക്കുക, അങ്ങനെ അവനെ കൊണ്ട് ചെയ്യാവുന്നതായിരിക്കുന്ന കാര്യം ഒക്കെ ഒരുപക്ഷെ കാഴ്ചയപ്പം മാറ്റി വെക്കുക, വെക്കേണ്ട സമയത്ത് വെക്കുക, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളായിരിക്കും അവൻ ചെയ്യുന്നത്. അവിടെയൊക്കെ തൂക്കുകയും മാറുകയും ഒക്കെ ആയിരിക്കും ചെയ്തത്. പക്ഷെ എന്നെ അതിശയിപ്പിച്ച് എന്താന്ന് ചോദിച്ചാൽ പ്രായമല്ല ദൈവത്തെ ശുശ്രൂഷിക്കാൻ ബാധകമായി നിൽക്കുന്നത്. ശമൂവേൽ എത്ര വയസ്സുണ്ടായിരുന്നു അറിയില്ല. 5 വയസ്സോ അതിൽ താഴെയുള്ളെന്നാ എൻ്റെ ഒരു വിചാരം. 5 വയസ്സായ ഒരു കുട്ടിക്ക് യഹോവയെ സേവിക്കാനായിട്ട് കഴിയുമോ? അവർ ചോദ്യമാണ്. ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. അങ്ങനല്ലേ വാക്യം വായിക്കുന്നത്? ആരൊന്ന് വായിച്ച് 1 ശമൂവേൽ 2:11. ഇപ്പൊ 5 വയസ്സോ 6 വയസ്സോ 7 വയസ്സോ ഉള്ളതായിരിക്കുന്ന നമ്മുടെ ഇടയിലുള്ളതായിരിക്കുന്ന ഒരു ആൺകുട്ടി അല്ലെ പെൺകുട്ടി രക്ഷിക്കപ്പെട്ടതാണ്. 3-4 വയസ്സായപ്പോഴും രക്ഷിക്കപ്പെട്ടതാണ്. നമ്മൾ അവരിൽ നിന്ന് ഒരു സങ്കീർത്തനം വായിക്കണമെന്നോ ആരാധനയോ ഒരു വാക്ക് കർത്താവേ എന്നെ സൃഷ്ടിച്ചതിന് എന്നെ രക്ഷിച്ചതിന് സ്തോത്രം എന്ന് പറയണമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എനിക്ക് സ്നാനപ്പെടണമെന്ന് പോലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒന്നി വളരെ കൊച്ചാന്നേ പോലെ പറയുന്നു.
വളരെ ചെറുതാ, ഇപ്പോഴേ വേണ്ടെന്നേ പറയും. കാരണം നമ്മുടെ ഒരു കാഴ്ചപ്പാടില് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ ഒരു 10-20 വയസ്സെങ്കിലും ആകണമെന്നൊരു ചിന്തയോടെ ഉണ്ടെന്ന് തോന്നുന്നു. ഏലിയുടെ മുൻപാകെ ശമൂവേൽ ബാലൻ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ശമൂവേൽ ബാലൻ അങ്ങനെ ശുശ്രൂഷ ചെയ്യാമെങ്കിൽ ഇവിടെ ഇരിക്കും നമുക്കൊക്കെ എത്രയധികം ശുശ്രൂഷ ചെയ്യാം? ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില് പുരോഹിതന്മാരെ പറ്റി പറയുന്ന ഒരു വാക്യമുണ്ട്. അവർ പറഞ്ഞു തരുന്ന വിധി വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്തു നിൽക്കുന്ന പുരോഹിതന്റെയോ ന്യായാധിപന്റെയോ വാക്ക് കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കണം. അവിടെ ശുശ്രൂഷിച്ച് നിൽക്കുന്ന പുരോഹിതന്റെ വാക്ക് ആരെങ്കിലും കേൾക്കാതിരുന്നാൽ അവൻ മരണശിക്ഷ കൊടുക്കണം. ഈ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ച് ദൈവത്തിന് വളരെ ഹൈ എസ്റ്റിമേഷൻ ആണ്. വളരെ വലിയ ഉന്നതമായിരിക്കുന്ന ഒരു ചിന്തയാണ് അവർക്കുള്ളത്. എൻ്റെ മുൻപിൽ എന്നെ ശുശ്രൂഷിച്ച് നിൽക്കുന്നതായിരിക്കുന്ന പുരോഹിതന്റെ വാക്കവൻ കേട്ടില്ലെന്നോ? ദൈവത്തെ നയിക്കുവാനായിട്ട് ഞാൻ നിയമിച്ചിരിക്കുന്നതായിരിക്കുന്ന ന്യായാധിപന്റെ വാക്കവൻ കേട്ടില്ലെന്നോ? എങ്കിൽ അവൻ മരിക്കണം. ഈ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കുന്ന ആളുകളുടെ വെയിറ്റ് എന്തുമാത്രം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. നിങ്ങൾ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദാസനാണോ, ഒരു മനുഷ്യനാണോ? എന്നിട്ട് ദൈവദാസൻ പറഞ്ഞ് അവർ കേട്ടില്ലല്ലേ? കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന ആ ദൈവദാസൻ പറഞ്ഞത് അവർ കേട്ടില്ലല്ലേ? അത് ചോദ്യം ചെയ്തല്ലേ? ഇന്നിപ്പം മരണശിക്ഷയൊന്നും കൽപ്പിക്കാനായിട്ട് നമ്മളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ദൈവം. അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഗവൺമെന്റ് ദൈവം കൊടുത്തു. വാള് ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത്, പുരോഹിതന്റെ കയ്യിൽ നിന്ന് വാളെടുത്ത് ന്യായാധിപന്റെ കൊടുത്തു, ഗവൺമെന്റിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു വെറുതെ എല്ലാം വാള് വഹിക്കുന്നത് സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. പക്ഷെ പഴയ നിയമകാലത്ത് ന്യായാധിപന്മാർക്കും പുരോഹിതന്മാർക്കും മരണശിക്ഷ കൽപ്പിക്കാനുണ്ടായിരുന്നു. നമ്മുടെ കർത്താവിനെ വിധിച്ചതുപോലും ആരാ? പുരോഹിതനാണ്. അവന്റെ വിധി തെറ്റിപ്പോയി. കാരണം ദൈവത്തിന്റെ പുത്രൻ കുറ്റം ചെയ്യാത്ത കുറ്റം അവൻ ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ്. ഒരു മനുഷ്യനായിരിക്കെ ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടു, അതുകൊണ്ട് അവൻ മരണ യോഗ്യനാന്ന് പറഞ്ഞു. അവർക്ക് പറ്റിപ്പോയതാണ്. പക്ഷെ കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. അങ്ങനെയൊന്നും കർത്താവ് ചോദിച്ചില്ല. അവിടെ അവകാശത്തെക്കുറിച്ചോ അധികാരത്തെ പറ്റിയോ ചോദിച്ചു. അപ്പൊ ഈ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞതായിരിക്കുന്ന ആശയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വലിയ വെയിറ്റേജ് ഉള്ള മനുഷ്യനാണ്. ഭഗത് സിംഗിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഭഗത് സിംഗ് കറാച്ചിയിൽ നിന്ന് ബോംബെക്ക് എന്ന കപ്പലിലാണ് യാത്ര. താനെ ചെന്നു, നേരത്തെ ബുക്ക് ചെയ്തൊന്നുമില്ല. ടിക്കറ്റ് വാങ്ങാനിരുന്നപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്തു, ഇനി ഒരു ടിക്കറ്റ് മാത്രമേ ഉള്ളൂ, അത് റിസർവ്ഡ് ഫോർ സമ്മൺ ഇൻ ഹിസ് സർവീസ് എന്ന് പറഞ്ഞു. രാജാവിന്റെ സേവനത്തിലുള്ള, അന്ന് ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത്, രാജാവിന്റെ സേവനത്തിലുള്ള അല്ലെ രാജ്യയുടെ സേവനത്തിലുള്ള ആൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ബസ്. ഗിവ് ഇറ്റ് മീ, ഐ ആം ഇന്ത്യൻ സർവീസ് എന്ന് പറഞ്ഞു. ഞാന് റോയൽ സർവീസിലുള്ളതാന്ന് പറഞ്ഞു. നിങ്ങൾ തീർച്ചു വന്നു, ഞാൻ രാജാവിന്റെ സർവീസിലുള്ള ആളാന്ന് പറഞ്ഞാൽ ഉടനെ ടിക്കറ്റ് എടുത്ത് ബർത്ത് എടുത്ത് കൈ കൊടുത്തു, സുഖമായിട്ട് കയറി കിടന്ന് പോകുന്നു. ആ ഒരു ഫീലിങ് ഞാൻ ആരാണെന്നുള്ളത് നമ്മളാന്നേ ചുരുണ്ടു കൂടി പറയും, പാവപ്പെട്ട ദാസനാന്നേ. എനിക്ക് അങ്ങനെ അറിയാവുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരാന്ന് ചോദിക്കുമ്പം പാവപ്പെട്ട ഒരു ദാസനാന്നേ എന്ന് പറയും. രാജാവിന്റെ ശുശ്രൂഷക്കാരിൽ ഒരാളാണെന്ന് പറയാനായിട്ട് നമുക്ക് അങ്ങനെ തോന്നുകയില്ല. കാരണം നമ്മൾ നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുന്ന അങ്ങനെയല്ല. അങ്ങനെ ചിന്തിക്കുന്ന നല്ലതാ, അങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇസ്രായേൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു. ദാറ്റ്സ് വെരി ഗുഡ്. അങ്ങനെ ചിന്തിക്കണം, അങ്ങനെ തന്നെ ചിന്തിക്കണം. അപ്പൊ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക എന്ന ഒരു ആശയം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണെന്നാണ് ഞാൻ ഇതുവരെ പറയാൻ ഉദ്ദേശിച്ചത്. ദോസ് പീപ്പിൾ ആർ വെരി ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ. അവർ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ദേ ക്യാരി സർട്ടൻ വെയിറ്റ്. അവരുടെ സ്ഥാനത്തിനും അവരുടെ ജീവിതത്തിനും കുറച്ച് വെയിറ്റേജ് ഉള്ള ആളുകളാണ്. കാരണം ഞാൻ ദൈവത്തിന്റെ ഒരു സേവകനാണ്. സ്പർജൻ തന്റെ മകനോട് പറഞ്ഞ പ്രസ്താവന ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്ന് തോന്നുന്നു.
ദൈവമകനെ നിന്നെ പ്രസംഗിക്കാൻ വിളിച്ചാൽ നീ രാജാവിന് മുന്നിൽ മുട്ടുകുത്തരുത്. ദാറ്റ്സ് വെരി ട്രൂ. രാജാവിന് മുന്നേ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. ദൈവത്തിന് മുന്നേ മുട്ടുകുത്തിയവർക്ക് പിന്നെ ആർക്കും രാജാവിന് മുന്നേ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിന് മുൻപാകെ മുട്ടുകുത്തിയവരാണെന്നുള്ളതായിരിക്കുന്ന ഒരു ബോധം നമുക്ക് വേണം. നമ്മുടെ ശുശ്രൂഷയ്ക്ക്, ദൈവത്തെ ശുശ്രൂഷിക്കുക എന്ന് മാത്രമല്ല, ശുശ്രൂഷയ്ക്ക് വേറെയും തലങ്ങളുണ്ട്. യോവേൽ പ്രവാചകന് പറയാനുള്ളത് അതാണ്. ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ ശുശ്രൂഷിക്കുന്നവരെ, നിങ്ങൾ ഇത് യഹോവയ്ക്ക് ചെയ്യുന്ന ശുശ്രൂഷയായി കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം. ഒരു പ്രിവിലേജായി കണക്കാക്കണം. എനിക്ക് ദൈവത്തിന്റെ ജനത്തെ ശുശ്രൂഷിക്കുവാനും ദൈവത്തെ ശുശ്രൂഷിക്കുവാനും ഒരു അവസരം കിട്ടിയതല്ലേ, അത് ഞാൻ വളരെ അങ്ങോട്ട് കയറി വോളണ്ടിയറായിട്ട് ദേ ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു വന്നു എന്നൊരു പ്രയോഗം അവിടെയുണ്ട്. നമുക്കൊരു പുരോഹിതനുണ്ട്. ആ പുരോഹിതൻ നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. ആ പുരോഹിതൻ ആരാന്നാ പറഞ്ഞത്? സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനാന്നാ പറഞ്ഞത്. അതെങ്ങനെ വ്യാഖ്യാനിക്കണം എന്നൊക്കെ അവിടെ കിടക്കട്ടെ, അതൊക്കെ അവിടെ കിടക്കട്ടെ. എന്തായാലും കർത്താവിനെ പറ്റി പറയുന്നത് ഹീ ഈസ് എ മിനിസ്റ്റർ ആൻഡ് ദ ഹോളി ടാബർനാക്കിൾ. സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. 1 ദിനവൃത്താന്തം 6:48, 9:13 ഈ 2 വാക്യങ്ങൾ വായിച്ചു. ലേവ്യരും സഹരോനും അവന്റെ സഹോദരന്മാരും സമാപന കൂടാരത്തിലെ സകല ശുശ്രൂഷയ്ക്കും നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അതവര് വലിയ ഭാരമുള്ള ശുശ്രൂഷയൊക്കെ അവർക്കുണ്ട്. പക്ഷെ അവരതൊരു ഒരു പദവിയായിട്ട് കണക്ക്. കൊഹാത്യരും മരാര്യരും 3 കൂട്ടരുണ്ടല്ലോ. കൊഹാത്യര്, മരാര്യര്, പിന്നെ ഗർശോന്യർ. അവർക്കൊക്കെ വലിയ ഭാരമുള്ള ശുശ്രൂഷകളാണ് ഉണ്ടായിരുന്നത്. സമാന കൂടാരം പൊളിച്ചൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇത് പെട്ടെന്ന് വന്നെല്ലാം എടുത്ത് കൊണ്ടുപോകണം. എല്ലാം ചോടൽ ഇതിലാണ്. പിൽക്കാലത്ത് അവർക്ക് കാളവണ്ടിയൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ചില ക്രമീകരണങ്ങളൊക്കെ ദൈവം ചെയ്തു. പക്ഷെ അപ്പോഴും സമാധാന കൂടാരം കാളവണ്ടി വെക്കാൻ നോക്കില്ല. ഇവരുടെ തോളിൽ തന്നെ വേണം. AP ജോസഫ് സോരം പറഞ്ഞ ഒരു അനുഭവകഥയുണ്ട്. അദ്ദേഹം അഹ്ലബാദിലായിരിക്കുമ്പോൾ ഇവിടെ ഒരു ദേവദാസനുണ്ട്. ഭഗത് സിംഗിന്റെ സഭയിലെ ശുശ്രൂഷകനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നതായിരിക്കുന്ന കാലത്ത് വേറൊരു ദൈവദാസനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാൻ പോകും. 10-20 കിലോമീറ്റർ ഉണ്ട്. ബൈക്കിലാണ് പോകുന്നത്. ആ ദൈവദാസന്റെ ഒരു 10-40 കിലോ ഉള്ളതായിരിക്കുന്ന ഒരു പഴയ ഇരുമ്പ് പെട്ടി ട്രങ്ക്, അത് ഈ ഇദ്ദേഹത്തിന്റെ മടിയിലാണ് വെച്ചിരിക്കുന്നത്, കാല് രണ്ടതേലും. ഈ 10-20 കിലോമീറ്ററിൽ ഈ വണ്ടി ഓടി 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 ഈ കാലൊക്കെ മരവിച്ചിട്ട് രക്തോട്ടം ഇല്ല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, മറ്റേ ദൈവദാസൻ തന്നെ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ഈ പുറകെ ഇരിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ കാലം മരവിച്ചു, ഇത് വലിയ ഭാരമായിരിക്കുന്നു. അപ്പൊ ആ ദൈവദാസൻ പറയും, അതിനായിട്ടല്ലോ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. പിന്നെ എന്ത് പറയാനാ? റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോഴത്തേക്ക് കാല് രണ്ടും മരവിച്ച് വണ്ടിയൊന്നും ഇറങ്ങാൻ വയ്യാത്ത സ്ഥിതിയായി. അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ശുശ്രൂഷ ചെയ്യാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവദാസന്മാരും ട്രങ്ക് ചുമക്കാനും ഒക്കെയാ വിളിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ നിന്നെ വിളിച്ചിരിക്കുന്നത്? ലേവ്യരെ അവർ വലിയ വിളിക്കുക. നമ്മളാണെങ്കിൽ നമ്മളാ നേരത്തെ ട്രങ്ക് എടുത്ത് ഏറോടുത്ത് ചുവന്നു പറഞ്ഞു പോകൂ. എന്റെ സേവനം കുറച്ച് മതി എന്ന് പറയും, പ്രതിഫലം അല്ലേ? മലയാളികളായ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാൻ ഒക്കെയില്ല. അവരൊക്കെ ആന്ധ്രക്കാരായിരുന്നോണ്ട് ചുമന്നാന്ന് പോകും. നമ്മൾ വല്ലതും ചുമക്കുമോ? നമ്മളത് ചുമക്കില്ല. അതെ, അതിന് എന്നെ കിട്ടുകയില്ല. നമ്മുടെ ഒരു പ്രയോഗമല്ലേ, അതിന് എന്നെ കിട്ടുകയില്ല സാറേ. വേറെ ആരെങ്കിലും സാറ് നോക്കണം. അതിന് എന്നെ കിട്ടുകയില്ല. നമ്മളങ്ങനെ ചെയ്യുന്ന ആളുകളല്ല. നമ്മൾ ചെയ്യുന്ന ആളുകളല്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, പേരെടുത്ത ഒരു ദേവദാസൻ അദ്ദേഹത്തെ ഒരു കൺവെൻഷന് വേണ്ടി വിളിച്ചതാണ്. അദ്ദേഹം ബസ്സിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എൻ്റെ ഈ ചെറിയ ബാഗ് പോലൊരു ബാഗുണ്ട്. ഇതിനൊക്കെ ഇച്ചിരി വലിയൊരു ബാഗാണ്. അപ്പോൾ അദ്ദേഹത്തെ റിസീവ് ചെയ്യാനായിട്ട് നിന്നതായിരിക്കുന്ന വേറൊരാളാണ്. ഇദ്ദേഹം വന്ന ആള് ദൈവദാസനാണെന്നുള്ളതായിരിക്കുന്ന, മറ്റേ ആളെന്ന് പറഞ്ഞാൽ സ്ഥലത്തെ ഒരു പ്രമാണിയാണെന്നുള്ള സഭയിലെ. അപ്പോ ഈ വന്ന ദൈവദാസന്റെ ബാഗ് വാങ്ങിയില്ല. അപ്പൊ പിന്നെ ഈ ദൈവദാസൻ സഭയിലുള്ള ആരോട് പറഞ്ഞു, എന്നെ സ്വീകരിക്കാൻ വന്നെങ്കിലും അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിയില്ല. എന്നെ കൊണ്ട് തന്നെ അത് ചുമപ്പിച്ചൊരു 1/2 കിലോമീറ്റർ നടക്കണം താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഉടനെ ഇത് പോയി
ഈ ബാഗ് വാങ്ങാഞ്ഞ ആളിനോട് പറഞ്ഞപ്പം പറഞ്ഞു, ആ ദൈവദാസോട് പറഞ്ഞത് ഞങ്ങളുടെ അപ്പന്മാരാരും ആരുടെയും ചുമട് ചുമന്നിട്ടില്ലെന്ന്, ഞങ്ങളെ കിട്ടിയില്ല, വേറെ ആരെങ്കിലും അന്വേഷിക്കണം. അപ്പൊ അത് നമ്മുടെ ഒരു മനോഭാവമാണ്. ഒരു ദൈവദാസന്റെ ബാഗിലെ ബാഗാണ്. ദൈവദാസൻ ബാഗ് ചോദിച്ചാലും കൊടുക്കുന്നത് വേണ്ട, ഭാരമൊന്നുമില്ല, ഞാൻ തന്നെ ചോദിച്ചോളാം എന്നാ പറയേണ്ടത്. അത് ദൈവദാസന്റെ ഭാഗത്ത്. പക്ഷേ സ്വീകരിക്കാൻ ചെന്നയാൾ എന്താ പറയുന്നത്? അയ്യോ ബാഗ് ഇത് നല്ലതെന്ന് പറയാം. അപ്പൊ നമ്മുടെ ഈ പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ ആ മനോഭാവം ഒന്നും നമുക്ക് ഇല്ല. നമുക്ക് അത്രയും മനോഭാവങ്ങളില്ല. 9-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. വേലയ്ക്ക് ബഹുപ്രാപ്തന്മാരായത് ആരാ ഈ ആളുകളെന്ന് പറയുന്നത്? ചെറിയ ആളുകളല്ല, പിതൃതലവന്മാരാണ്, വലിയ വലിയ കുടുംബങ്ങളുടെ തലവന്മാരാണ്. ആ തലവന്മാരെ പറ്റി പറയുന്നവർ ദൈവാലയത്തിലെ വേലയ്ക്ക് പ്രാപ്തന്മാരായിരുന്നു. ഈ ദൈവാലയത്തിലെ വേലയ്ക്ക് പ്രാപ്തന്മാരാണെന്ന് എങ്ങനെ അറിയുന്നത്? സ്വപ്നം കണ്ടാന്നോ? ദൈവാലയത്തിലെ വേലയ്ക്ക് വേണ്ടി അനേകർ വന്ന് വേല ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോ ചില ആളുകൾ നന്നായിട്ട് വേല ചെയ്യുന്ന പ്രാപ്തിയുള്ളവർ അവരെ മാറ്റി നിർത്തിയപ്പോ അവരെല്ലാവരും ആരാണ്? വലിയ വലിയ കുടുംബ തലവന്മാരായ ആളുകളാണ്. അവർ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കുകയല്ല, അവർ ജോലി ചെയ്യുക ചെയ്തത്. അപ്പൊ ഈ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നതിന്റെ മഹത്വം നമ്മൾ കാണണം. അതാ ഞാൻ പറയുന്നത്. അതൊരു കുറഞ്ഞ കാര്യമല്ല, ഒരു കുറച്ചിലല്ല, ഒരു വലിയ കാര്യമാണെന്ന് നമ്മൾ കാണും. ദൈവദാസന്മാർക്ക് ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് വലിയൊരു കാര്യമാണെന്ന് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയത് എൻ്റെ ചെറുപ്പത്തിൽ. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ദൈവദാസന്മാർ വന്ന് അങ്ങനെ ഭരണസഭയിലെ ഉപദേശിമാരൊക്കെ വന്ന് താമസിക്കുന്ന പതിവുണ്ടായിരുന്നു. കൺവെൻഷൻ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എനിക്ക് അന്നൊന്നും അവരെ സേവിക്കാൻ കഴിഞ്ഞില്ല. കാരണം അങ്ങനെ ഒരു കൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടോ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ ദൈവദാസന്മാർ വന്നാൽ ഉടനെ ഇന്നതിൻ്റെ കാര്യം ചെയ്യണം. പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി. അപ്പൊ അപ്പച്ചൻ എന്നോടൊരിക്കൽ പറഞ്ഞു, ഒരു ദൈവദാസന്റെ മക്കളെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഒരു വലിയ ബ്രിട്ടീഷ് ഫാക്ടറിയുടെ ജനറൽ മാനേജർ. അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞത്, 5-6 മക്കൾ ഏത് ദൈവദാസൻ എന്നുള്ള ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട ഏത് ദൈവമക്കൾ അവരുടെ വീട്ടിൽ വന്നാലും ഈ മക്കൾക്കൊരു ജോലി കൊടുത്തിട്ടുണ്ട്. ചെരുപ്പ് ഊരിയിട്ട് ജഗത്തിന്ന് വർത്താനം പറഞ്ഞാൽ ഈ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയി ലെതറാണെങ്കിൽ പോളിഷ് ചെയ്ത് വെക്കണം, പ്ലാസ്റ്റിക് ആണെങ്കിൽ കഴുകി, റബ്ബർ ആണെങ്കിൽ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് അവിടെ വെച്ചേക്കണം. അവരുടെ ജോലി. ആ മക്കളൊക്കെ ഇന്ന് വലിയ മക്കളാണ്, വലിയ ആൾ. എനിക്കറിയാം അവർ, അതുകൊണ്ടാണ് അവരൊക്കെ വലിയ ആളുകളാണ്. പക്ഷെ അവരൊക്കെ വലിയ ആളുകളായത് എങ്ങനെയാണെന്ന് അറിയാം? അനേക ദൈവമക്കളുടെ ചെരുപ്പ് തുടച്ച കഴുകിയ. അപ്പോ ഈ പറഞ്ഞ വലിയ ഫാക്ടറി മാനേജറായിരുന്ന ആളെ കുറിച്ച് ഞാനൊരിക്കൽ അപ്പച്ചനുമായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പച്ചൻ പറഞ്ഞു, അയ്യോ ആ മനുഷ്യൻ വലിയൊരു മനുഷ്യനാന്ന് പറഞ്ഞു. എന്താ അപ്പച്ചൻ? അദ്ദേഹം ജോലിയുടെ കാര്യമല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ള മക്കളാണെങ്കിലും ആ ദൈവദാസന മക്കളെ പഠിപ്പിച്ചത്, അവരുടെ വീട്ടിൽ ആരെങ്കിലും ചെറുപ്പം മുതൽ വന്നാൽ അവരകത്ത് കയറി നിർത്താൻ പറയും. മക്കൾ ആരെങ്കിലും വന്നിട്ട് ചെരുപ്പെടുത്തുകൊണ്ട് പോയി പോളിഷ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ സോപ്പും സ്ക്രബറും കൊണ്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് ഇവിടെ വെച്ചേക്കണം. അവരിറങ്ങി വരുമ്പോൾ കാണുന്നത് എന്താണ്? പോളിഷ് ചെയ്ത ഒരു ഷൂ അല്ലെങ്കിൽ ചെരുപ്പ്, അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കിയ ഒന്ന്. കർത്താവിന്റെ കാലത്ത് കർത്താവ് പറഞ്ഞു, നിന്റെ വീഡിയോ ഒന്നും എനിക്ക് വെള്ളം തന്നില്ല, കാലിൽ വെള്ളം തന്നില്ല. ഈ സേവനം ചെയ്യുക എന്ന് പറയുന്നത് ചെറുപ്പത്തിലേ നമ്മളെ പഠിപ്പിച്ച വളരെ നല്ല, നമ്മുടെ മക്കളെ പഠിപ്പിച്ചാൽ നല്ലത്. നമ്മൾ പഠിപ്പിക്കുന്നില്ല നമ്മുടെ മക്കളെ. എന്നെ വളരെ ഞാൻ മറക്കാത്ത എൻ്റെ സന്ദർഭമാണ്, സംഭവമാണ് ഡൽഹിയില് 1-2 പ്രാവശ്യം ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നു. ഞാൻ താമസിക്കാത്ത സഹോദരന്റെ വീട്ടിലെ സഭയിലെ എല്ലാ സൗകര്യമാരും ഉണ്ട്. ഞാൻ സ്റ്റെപ്പ് കയറി എൻ്റെ കാലെടുത്ത് അവരുടെ മുറിയിലോട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സൗകര്യം പറഞ്ഞു, അയ്യോ ബ്രദറിന്റെ ചെരുപ്പ് പോളിഷ് ചെയ്തല്ല, നിറച്ചു പൊടിയാന്ന്. അപ്പൊ വേറെ 2 സൗകര്യമാർ വന്നിട്ട് ചെരുപ്പ് 2 എടുത്ത് കൊണ്ടുപോയി പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചു. അപ്പൊ എനിക്കൊരു ചെറിയ നാണക്കേട് തോന്നി. കാരണം എൻ്റെ ചെരുപ്പ് പോളിഷ് ചെയ്തല്ല എന്നവർ പറഞ്ഞതേ. അവർ പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ദൈവദാസന്മാരുടെ ചെരുപ്പൊക്കെ പോളിഷ് ചെയ്തതായിരിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ ഒരു പ്രാവശ്യം ഞാൻ ചെന്നപ്പോ ഞാൻ അത് ഓർത്തു. കയറി ചെന്നപ്പം ഞാനൊരു പേപ്പറൊക്കെ എടുത്തൊന്ന് തുടച്ചെങ്കിലും അവർ ചെന്നോടനെ പറഞ്ഞു, ബ്രദറിന്റെ ചെരുപ്പ് പോളിഷ് ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും അവരെന്റെ ചെരുപ്പ് പോളിഷ് ചെയ്തു.
അതിനുശേഷം ഞാൻ അവിടെ ചെന്നപ്പോഴേ എൻ്റെ ചെരുപ്പൊന്ന് പോളിഷ് ചെയ്തിട്ട് ഞാൻ കയറി ചെന്നിട്ടുള്ളൂ. അത് അവർക്ക് അവസരം കൊടുക്കാഞ്ഞിട്ടല്ല, എൻ്റെ ചെരുപ്പ് പോളിഷ് ചെയ്തല്ല എന്ന് പറയാനൊരു അവസരം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷെ അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എൻ്റെ ചെരുപ്പെടുത്തിട്ട് പോയി പോളിഷ് ചെയ്യാനാ. സഹോദരിമാർക്ക്, വിദ്യാസമ്പന്നരും ജോലിക്കാരുമായ സഹോദരിമാരാ, അവർ ചെയ്തു തന്നു. അപ്പൊ അതെന്നെ വളരെ ടച്ച് ചെയ്തു. നമ്മളൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വരുന്നവരുടെ ചെരുപ്പ് പോളിഷ് ചെയ്ത് നോക്കാറുണ്ടോ? കൊണ്ട് നോക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു വാല്യൂ സിസ്റ്റം ഇല്ല. നമ്മുടെ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കാറുമില്ല. ഞാനും എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മോശമായി പോയി ഞാനെ പഠിപ്പിച്ചു എന്നുള്ള നിലയിലല്ല പറയുന്നത്. നമ്മൾ പഠിപ്പിക്കേണ്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. സേവനത്തിന്റെ മഹത്വം ഞാൻ അറിഞ്ഞത് ബക്സിങ്ങിന്റെ ഹെബ്രോനിൽ ചെന്നപ്പോഴാണ്. അവിടെയും പല പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ താമസിക്കാനായിട്ട് സ്ഥലം ഒരുക്കിയിരുന്നത് ബക്സിങ്ങിന്റെ ഒക്കെ താമസിക്കുന്ന കെട്ടിടത്തിൽ തന്നെ മേളില് മുറികളുണ്ട്, അനേകം മുറികൾ. അവിടെ ഒരു ദേവദാസന്മാർക്ക് താമസിക്കാൻ മുറികളാണ്. മെത്തയും സ്റ്റൂളും കസേരയും ഫാനും എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ചെന്ന ഉടനെ എൻ്റെ ബാഗ് താഴെ നിന്ന് തന്നെ ബാഗ് എടുക്കാൻ ദേവദാസന ലോഡ് സെർവൻ്റ്. അദ്ദേഹം വരും, എൻ്റെ ബാഗ് എല്ലാം എടുക്കും, അവിടെ കൊണ്ടുവരും, എല്ലാം വിരിച്ച്. ഈ ദൈവദാസൻ ഞാൻ പോരുന്നത് വരെ ആ ഡോറിന്റെ വാതിക്കൽ പുറത്തൊരു സ്റ്റൂൾ ഉണ്ട്, അതിലിരിക്കും. ഞാനൊന്ന് ചോദിച്ച, എന്നാ ബ്രദറെ ചൂടുവെള്ളം വേണോ, കപ്പ് സിറപ്പ് വല്ലതും വേണോ, ഒന്ന് ചോദിച്ചാൽ മതി, ഉടനെ വരും. ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാന് ബാത്റൂമിൽ പോകാൻ ഉടനെ അദ്ദേഹം ഇറങ്ങി വരും, ബാത്റൂം തുറന്നു വരും. എല്ലാ കാര്യങ്ങളും താഴോട്ട് പോകണമെങ്കിൽ കൈക്ക് പിടിച്ച് താഴെ കൂട്ടുപോകും. അവിടെ ചെല്ലുന്ന എല്ലാ ദൈവദാസന്മാരെയും. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചാൽ, ഇവരെല്ലാം ഇവിടുത്തെ വർക്കേഴ്സ് ട്രെയിനിങ്ങിൽ പെട്ട ആളുകളാണ്. ഇവർ ഇങ്ങനെ 8-10 കൊല്ലം വർക്ക് ചെയ്യും. ഈ ഇവിടെ ട്രെയിനിങ് പാസ്സായി കഴിയുമ്പോൾ മാത്രമേ അവരെ ലോഡ് സെർവൻ്റ് ആയിട്ട് അംഗീകരിക്കൂ. ഡസൻ കണക്കിന് ദൈവദാസന്മാർ അവർ ചെരുപ്പ് പോളിഷ് ചെയ്ത് വെക്കും, എല്ലാം. തുണി അവർ ചെന്നാൽ അവിടെ ചോദിക്കും, അതിന് തുണി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. ആ തുണി എല്ലാവരും വാങ്ങിക്കും, അവർ തന്നെ വാഷ് ചെയ്ത് അത് കൊണ്ടുവന്ന് ഹാങ് ചെയ്ത് തേച്ച് കൊണ്ടുവന്ന് അവിടെ മടക്കി വെക്കും. ഇതാണ് അവരുടെ ട്രെയിനിങ്. അവർക്ക് ഈ ബൈബിൾ ക്ലാസ്സും പ്രസംഗ പരിശീലനവും ഒന്നുമില്ല. അവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇതാണ്. ബക്സിങ് ട്രെയിൻ ചെയ്യിച്ചത് ഇങ്ങനെയാണ്. നമ്മൾ ട്രെയിൻ ചെയ്യിച്ചപ്പോൾ പ്രസംഗിക്കാനും പഠിപ്പിച്ചു, ക്ലാസ് എടുക്കാനും പഠിപ്പിച്ചു. ട്രെയിനിങ് കഴിയുമ്പോൾ എന്താണ്, ഒരാൾ പറഞ്ഞ പോലെ ഏബ്രഹാം തോമസിന്റെ ട്രെയിനിങ് ക്ലാസ്സിൽ നിന്ന് വരുന്നവരെല്ലാം അഹങ്കാരികളാണെന്നിരിക്കും. നിങ്ങൾക്കൊന്നും പ്രസംഗിക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് പ്രസംഗം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഇരി അവിടെ ഞാൻ പ്രസംഗിക്കാം എന്ന് പറയുന്നതായിരിക്കും ടൈപ്പിലാണ് നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞത്, അല്ലേ? ഇവിടെ വരുന്ന ദേവദാസന്മാർ തുണി ഇറക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിന് ആരെയും കിട്ടത്തില്ല. വെച്ച ചോറ് നമ്മൾ തന്നെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം കഴിക്കുകയുള്ളൂ. അത് നമ്മുടെ രീതി, നമ്മുടെ ആളുകളുടെ രീതിയല്ല. മറ്റിടത്ത് അങ്ങനെയല്ല, അവരങ്ങനെ ചെയ്യുമായിരുന്നു. എത്ര നല്ല ട്രെയിനിങ് ആവുള്ളൂ. വേറെ ബക്സിങ് പറഞ്ഞൊരു ഹബക്കൂക്ക് എന്ന് പറയുന്ന ദേവദാസൻ പറഞ്ഞ ചരിത്രം ഞാൻ ഓർക്കുന്നുണ്ട്. ഹബക്കൂക്കാണ് ആദ്യത്തെ ബാച്ചിലെ ട്രെയിനിങ്ങിന് വന്ന ആളിൽ ഒന്നാമത്തെ ആളാണ്, ബക്സിങ്ങിന്റെ ഒന്നാമത്തെ ശിഷ്യനാ. അപ്പോൾ ജോലി എന്താന്ന് ചോദിച്ചാൽ, അവിടെ ഹോളി കോൺവൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ ക്യാമ്പുണ്ട് ആണ്ടിലൊരിക്കൽ. 40,000 തുടങ്ങി 50,000 ആളുകൾ വരും, 50,000 ആളുകൾ വരും. അവർക്കെല്ലാം താമസം, അവർക്കെല്ലാം ആഹാരം എല്ലാം ഉണ്ട്. അപ്പൊ ഇവരെല്ലാം താമസിക്കുന്നതിന് ഉപയോഗിക്കുന്ന മുറികൾ തൂക്കുക, തുടയ്ക്കുക, കക്കൂസ് ദിവസം 4 പ്രാവശ്യം കഴുകുക, ഇതെല്ലാം ഈ ദൈവദാസന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗം. അപ്പൊ ഈ ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ആ ഫെസിലിറ്റി മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യണം. വൈറ്റ് വാഷ് ചെയ്യുന്നതെല്ലാം ഈ ദൈവദാസന്മാർ, ട്രെയിനിങ് ഉള്ള ദൈവദാസന്മാരാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിന് സോപ്പില്ല, വാങ്ങിക്കാൻ സോപ്പില്ലാതെ കുളിക്കുന്നത്, വെറുതെ വെള്ളം കോരി ഒഴിച്ച് ചുമ്മാ ചകിരി കൊണ്ട് ഇങ്ങനെ ഒരക്കെയുള്ളൂ, സോപ്പില്ല. ഒരു കഷ്ണം സോപ്പ് ദൈവം തന്നിരുന്നെങ്കിൽ എന്ന് ദൈവത്തോടെ കുറച്ച് ദിവസമായിട്ട് പ്രാർത്ഥിച്ച് നടക്കുക. ഷേവ് ചെയ്യാനായിട്ട് ബ്ലേഡ് ഇല്ലാത്തതുകൊണ്ട് ദാടിയും വിശേഷമൊക്കെ വളർന്ന് ഇങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴും ദൈവം ഇന്നെനിക്കൊരു കഷ്ണം സോപ്പ് എവിടുന്നെങ്കിലും തരണമേ എന്ന്. അങ്ങനെ ഈ കുമ്മായം കലക്കി ഒരു ബക്കറ്റിൽ നിന്ന് വേറൊരു ബക്കറ്റിലോട്ട് ഒഴിച്ചു, പിന്നെ അത് കലക്കി ഇങ്ങോട്ട് ഒഴിച്ചു. അങ്ങനെ വൈകിട്ട് ബക്കറ്റെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ ഒരു ബക്കറ്റിൽ നിന്ന് ഒരു ബക്കറ്റ് പകൽ ഒഴിച്ചപ്പോൾ അടിക്ക് ഒരു രൂപയുടെ ഒരു തുട്ട് കിടക്കുന്ന നാണയം. അന്ന് 1 രൂപ നാണയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ 100 രൂപയുടെ വിലയുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചിന്ത. കാരണം 1 രൂപ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒരു കഷ്ണം സോപ്പും ഒരു ബ്ലേഡും ഇച്ചിരി എണ്ണയും വാങ്ങിച്ച് ഒന്ന് കുളിച്ച് ഈ ചവിണ്ട തുണിയൊക്കെ സോപ്പ് ഇട്ടൊന്ന് അലക്കിയൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ഇത്. അപ്പോ
ഇതെന്നെ പരീക്ഷിക്കാൻ ആരെങ്കിലും ഇട്ടതാണോ? ഈ 1 രൂപയും കൊണ്ട് ബക്സിങ്ങിൻ്റെ അടുക്ക് ചെന്നു, പറഞ്ഞു എനിക്കിങ്ങനെ 1 രൂപ ചെന്നു. അപ്പോൾ ബക്സിങ് ചോദിച്ചു, നീ 1 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? നീ എനിക്ക് പ്രാർത്ഥിച്ചു. എന്നാ ദൈവം നിനക്ക് തന്നാന്നോ? നീ എടുത്തോളാം. അതുകൊണ്ട് പോയി സോപ്പും വാങ്ങിച്ചു, ബ്ലേഡും വാങ്ങിച്ചു, അല്പം എണ്ണയും വാങ്ങിച്ചു. ആന സാക്ഷ്യം പറഞ്ഞു. ബക്സിങ് ആളുകളെ പരിശീലിപ്പിച്ചാൽ സേവിക്കാൻ പഠിപ്പിച്ചു. നമ്മുടെ ആളുകൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ? നമുക്കിവിടെ നിന്ന് ആഹാരം വിളമ്പി കൊടുക്കാൻ 4 പേരെ വേണമെങ്കിൽ എത്ര ദിവസത്തെ ശ്രമം കൊണ്ടാണ് നമ്മൾ 4 പേരെ കിട്ടുന്നത്? ഇതൊന്ന് തൂത്തുവാരാനായിട്ട് ക്യാമ്പിനാളിൽ ഇവിടെ എത്ര മീറ്റിംഗ് നടത്തി, എത്ര പേരെ കൊണ്ട് എത്ര ദിവസം കൊണ്ടാണ് കിട്ടുന്നത്? നമുക്ക് കിട്ടൂല. അതിന് അനുഗ്രഹക്കുറവ് നമുക്ക് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സഭകൾക്ക് അതിൻ്റെതായിരിക്കുന്ന അനുഗ്രഹക്കുറവുണ്ട്. സേവിക്കുന്ന ആളുകളല്ല നമ്മൾ. നമ്മുടെ മെന്റാലിറ്റിയിൽ, നമ്മുടെ മാനസിക അവസ്ഥയിൽ മറ്റുള്ളവരെ ദാസന്മാരായി സേവിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇല്ല. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്ന നീ ആരുടെയും മുൻപിൽ മുട്ടുമടക്കരുതെന്ന്. അങ്ങനല്ലേ? ഇടാ, നീ ഇന്ന വീട്ടിലെ ഇന്ന ആരുടെ മകനാണെങ്കിൽ നീ ലോകത്തിൽ ഒരു മനുഷ്യന്റെ മുൻപിൽ മുട്ടുമടക്കുക. അങ്ങനെ പഠിപ്പിച്ചു വിട്ടിരിക്കുക. മറ്റവരൊക്കെ എന്നാ പറയുന്നത്? മോനെ, എല്ലാം നിന്റെ മുട്ടിന് നല്ല മഴക്കം വേണം, ആരുടെ മുന്നിലും നീ മുട്ടുമടക്കണം. എങ്കിലേ ഓരോ പ്രാവശ്യവും നീ ഓരോരുത്തരുടെ മുൻപിൽ മുട്ടുമടക്കുമ്പോൾ നീ ദൈവത്തിന് മുൻപിലാണ് നിന്റെ മുട്ട് മടക്കുന്നത്. നീ നീതിക്കും ന്യായത്തിനും വേണ്ടി വേണം, അന്യായത്തിന് വേണ്ടി മടക്കരുത്. നീതിക്കും ന്യായത്തിന് വേണ്ടി നിൽക്കണം. പക്ഷെ നീ മനുഷ്യരുടെ മുൻപിൽ നിന്റെ മുട്ട് മടക്കുന്നവനായി. മനുഷ്യർക്ക് സേവ ചെയ്യണം. പൗലോസ് 2 കൊരിന്ത്യർ 8 പറഞ്ഞ വാക്കാണ്, അവർ മുൻപേ ദൈവത്തിനും പിന്നെ ഞങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചത്. ഞങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ചത്, ദൈവദാസന്മാർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ. അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ആവർത്തന പുസ്തകം 1:38 വായിച്ചേ. നിന്റെ ശുശ്രൂഷകനായ യോശുവ. യോശുവയെ നമ്മള് പിൽക്കാലത്ത് അറിയുന്നത് എങ്ങനെയാ? ദി കമാൻഡർ ഓഫ് ഗോഡ്സ് പീപ്പിൾ അല്ലേ? പക്ഷെ 1-ാം അധ്യായത്തിൽ യോശുവ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാ? നിന്റെ ശുശ്രൂഷകനായ യോശുവ എന്നാണ്. നിന്റെ ശുശ്രൂഷകനായ യോശുവ. എനിക്കത് ഇഷ്ടപ്പെട്ടു. നിന്റെ ശുശ്രൂഷകനായ യോശുവ. യോശുവ 1:1 യോശുവയെ കുറിച്ച് അങ്ങനെയാണ്, മോശയുടെ ശുശ്രൂഷകനായ യോശുവ. 1 രാജാക്കന്മാർ 19:21 ഏലിശയെ കുറിച്ച് പറയുന്നത്, ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഏലിശ. ഏലിശ വലിയൊരു മനുഷ്യനാണെങ്കിലും ഇവരൊക്കെ ശുശ്രൂഷ ആരംഭിക്കുന്നത് വേറെ ദൈവദാസന്മാരുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നവരാണ്. മർക്കോസിന് സുവിശേഷം എഴുതിയ മർക്കോസ് എങ്ങനെയാ ശുശ്രൂഷ തുടങ്ങിയത്? അപ്പോസ്തലപ്രവൃത്തി 13:6 എന്താ മർക്കോസിനെ കുറിച്ച് വായിക്കുന്നത്? മർക്കോസ് എന്ന യോഹന്നാൻ അവർക്ക് ദാസനായി ഉണ്ടായിരുന്നു. അവർക്ക് ശുശ്രൂഷക്കാരനായി ഉണ്ടായിരുന്നു, ഹെൽപ്പറായിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനല്ലേ? യോഹന്നാൻ മർക്കോസിനെ പറ്റി, യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. ബർന്നബാസിനും പൗലോസിന്റെയും ഭൃത്യനായി, വേലക്കാരനായിട്ടുണ്ടായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹമാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതിയ ദൈവദാസൻ. അവരൊക്കെ ശുശ്രൂഷ തുടങ്ങിയത് അങ്ങനെയാണ്, വേലക്കാരായി. ഇനി തിമോത്തിയോസിനെ പറ്റി പറയുമ്പോഴെന്താ പറയുന്നത്? അപ്പോസ്തലപ്രവൃത്തി 19:32 വാക്യത്തിൽ തിമോത്തിയോസിനെ പറ്റി ഒരു പ്രസ്താവനയുണ്ട്. പൗലോസിന് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമോത്തിയോസ്, എരസ്തോസ്, ഇവരുടെയൊക്കെ ജീവിതം ആരംഭിക്കുന്നത് ദൈവദാസന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ. പൗലോസിനെ ഒരുപാട് അടിയും ഇടിയും തല്ലും ഒക്കെ കൊണ്ടാണല്ലേ, മരത്തിനൊക്കെ കൊണ്ടാണല്ലേ വൈകിട്ട് കിടക്കുമ്പോൾ ചില തൈലമൊക്കെ എടുത്ത്, അന്ന് മുറിവെണ്ണ ഉണ്ടോന്ന് അറിയില്ല, ചില മുറിവെണ്ണയൊക്കെ 2 കൈയിലും പുരട്ടിയിട്ട് പൗലോസിന്റെ പുറത്തൊക്കെ ഒന്ന് കാലുമോ കൈയൊക്കെ തിരുമ്മി നന്നായിട്ട് ഒരു 1 മണിക്കൂർ തിരുമ്മി കൊടുക്കുക. രാവിലെ തുടങ്ങി പിന്നെ ഓട്ടമല്ലേ, സൂര്യൻ ഉദിച്ച ഉടനെ പിന്നെ ഓട്ടമല്ലേ, പിന്നെ തല്ലുപൊടി ഇടിയും മരത്തിനും ഒക്കെ അല്ലേ കിട്ടുന്നത്. അപ്പൊ ഈ രാത്രിയിലെ ഈ തിരുമു വളരെ നല്ലതാണ്. എന്റെ അപ്പച്ചൻ 6 മാസം പെന്തക്കോസ്തിലായിരുന്നു IPCയിലായിരുന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചൊരു കൺവെൻഷൻ നടത്തി. ഒരുപാട് പാസ്റ്റർമാർ, ഒരുപാട് ആളുകളും ഈ IPCക്കാരുടെ സ്നേഹമൊക്കെ എന്നാ ഞാൻ അറിയുന്നത്. യോമജി എവിടുന്നെല്ലാം വരുന്നത്, കേരളത്തിലെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നവർ വന്നതില് നിങ്ങൾക്കറിയാൻ വയ്യാത്ത ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കെ.ഇ. എബ്രഹാം സാർ എല്ലാ വർഷവും യൂറോപ്യൻ അമേരിക്കൻ പര്യടനം നടത്താറുണ്ട്. ഈ പര്യടനത്തിൽ എന്ന് സ്ഥിരമായിട്ട് അദ്ദേഹത്തിനോട് പോകുന്ന ആളായി ഈ ദൈവദാസൻ. അപ്പൊ ആ ദൈവദാസനോട് അപ്പച്ചൻ ചോദിച്ചു,
ഉണ്ണുണ്ണി സാർ എന്താ പറഞ്ഞത്? ഉണ്ണുണ്ണി സാറിന്റെ കൂടെ ബ്രദർ എല്ലാ വർഷവും ഇങ്ങനെ പോകുന്നതിന്റെ കാര്യം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉണ്ണുണ്ണി സാറിന് വാദം കണ്ടമാനമുള്ള ഒരാളാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ഗുസ്തിക്കാരനായിരുന്നു, അടിനടയിലെന്നായിട്ട്. അപ്പൊ എന്നെ അദ്ദേഹം, ഇപ്പൊ ഞാൻ പാസ്റ്ററാണ്, എന്നെ അദ്ദേഹം കൊണ്ടുവന്ന് ഞാൻ പാസ്റ്ററാണെന്നുള്ളത് ഒരു കാര്യം. മറ്റേ കാര്യം എന്ന് പറഞ്ഞാല് വൈകിട്ട് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ അദ്ദേഹത്തെ 1 മണിക്കൂർ തിരുമു. അത് അദ്ദേഹത്തെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക്, എനിക്ക് ഈ മസിൽ കയറ്റം എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമുള്ള ആളാണ്. കാര്യം പല സമയത്തും പല സ്ഥലത്തും പോകുമ്പോൾ രാത്രിയിലൊക്കെ മസിൽ കയറും. മസിൽ കയറിയ വേദന കൊണ്ട് ഞാൻ തന്നെ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ തിരുമും. പക്ഷെ എനിക്ക് 1-2 സമയങ്ങളിൽ എൻ്റെ കൂടെ 1-2 സഹോദരന്മാരുണ്ടായിരുന്നു. അവര് ഞാൻ ഇറങ്ങുന്ന കേൾക്കുമ്പോൾ അവർ ഓടി വന്ന് എണ്ണ എടുത്തിട്ട് വന്ന് അവർ തിരുമും. അയ്യോ, എനിക്ക് എന്തോ ഒരു ആശ്വാസമാണെന്നറിയാം. അപ്പൊ ആ സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പോകുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും, അവരുടെ കൂടെ കൊണ്ടുപോയിരുന്നേ നന്നായിരുന്നു, എനിക്ക് മസിൽ കയറുമ്പോൾ തിരുമ്പി തന്നേനല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മർക്കോസും തിമോത്തിയോസും എരസ്തോസും ഒക്കെ പൗലോസിന്റെ മസിൽ കയറ്റത്തിന് തിരുമ്പ് കൊടുത്ത് പിന്നെ അവരുടെ പുസ്തകം കൂടെ കൊണ്ടു നടക്കാൻ തിമോത്തിയോസിനോട് പറഞ്ഞില്ലേ, നീ വരുമ്പോ കർപ്പൂസിന്റെ ഒക്കെ ഞാൻ വിജയിച്ചു പോകുന്ന പുസ്തകങ്ങളും പ്രത്യേക ചർമ്മലിഖിതങ്ങളും പുതപ്പും കൊണ്ടുവരണം. അവരുടെയൊക്കെ ലോഡ് വഹിക്കുന്ന ആളുകളായിരുന്നു. എന്റെ സഹോദരന്മാരെ, ദൈവദാസന്മാരുടെ ചുമട് ചുമക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യമാണ്. അതിന് അവസരം കിട്ടിയാൽ ചുമക്കണം. അങ്ങനെയാ നിങ്ങൾ വലിയവരാകും, അവസരം കിട്ടിയാൽ. മലയാളികളെ നമ്മൾ അതിന് എന്നെ കിട്ടുകയില്ല, അത് വേറെ ആളെ അന്വേഷിക്കണം. ഞങ്ങളാരുടെയും ചുമട് ചുമന്നിട്ടൊന്നും ശരിയാണ്. നിങ്ങൾ ആരുടെയും ചുമട് ചുമന്നിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കും. പക്ഷേ നിങ്ങൾ ചുമട് ചുമക്കാൻ ശീലിച്ചാൽ നല്ലതാണ്. കർത്താവിന്റെ ക്രൂശ് ചുമന്നതായിരിക്കുന്ന ശീമോൻ അല്ലേ, അദ്ദേഹത്തിന്റെ മക്കളെ ക്രിസ്തുവിൽ പ്രസിദ്ധരായ രൂഫോസിനും 2 മക്കളുണ്ടല്ലോ, അലക്സാണ്ടർ. അപ്പൻ കുരിശി ചുമന്ന മക്കൾക്ക് കിരീടം വഹിക്കാം. അതെ, അപ്പൻ കുരിശി ചുമന്ന മക്കൾക്ക് കിരീടം വഹിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനായിട്ടെങ്കിലും ദൈവദാസന്മാരുടെ ചുമടൊക്കെ ചുമക്കും നല്ലതാണ്. ഞാനിപ്പോൾ ഒരു ദൈവദാസനായിട്ട് എൻ്റെ ചുമട് ചുമക്കണമെന്ന് പറയാനില്ല. ഞാൻ വയസ്സായി, ഞാനിപ്പോൾ എങ്ങും അധികം പോകുന്നുമില്ല. ഇനിയിപ്പോൾ ആർക്കും എൻ്റെ ചുമട് ചുമക്കാനുള്ളതായിരിക്കുന്ന അവസരം തീരെയില്ല. പക്ഷെ നമുക്ക് വേറെ ദൈവദാസന്മാരുണ്ട്, അവരെയൊക്കെ ചുമട് ചുമക്കും. നിങ്ങൾ ശുശ്രൂഷ ചെയ്യുവാനുള്ളതായിരിക്കുന്ന മനസ്സ്, ശുശ്രൂഷിപ്പാനുള്ള അവസരം. ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, ഫറവോനോട് പറയാൻ പറഞ്ഞു, എൻ്റെ ജനം എന്നെ സേവിക്കാനാണ് ഞാൻ അവരെ രക്ഷിച്ചതും വിളിച്ചതും, അതുകൊണ്ട് അവരെ വിട്ടയക്കാൻ പറഞ്ഞു. ഈ ലോകത്തിന് ഫറവോന്മാരെ സേവിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞാൽ നമുക്ക് ചെലവ് കഴിഞ്ഞു പോകും, അത് ശരിയാണ്. പക്ഷെ ദൈവത്തെ സേവിച്ചെങ്കിലേ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക കേട്ടോ. അല്ലെങ്കിൽ ഫറവോന്റെ അടിമകളായിട്ട് തലമുറകളായിട്ട് അവിടെ ഇഷ്ടി ഉണ്ടാക്കിക്കൊണ്ട് ഫറവോന് കെട്ടിടങ്ങൾ പണിതും നമുക്ക് വെള്ളരിക്കായും കുമ്പളങ്ങായും ചൊരക്കായും മീനും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയാം. പക്ഷേ ദൈവത്തിന്റെ ദാസന്മാരുടെ ചുവട് ചുമക്കാനായിട്ട് നാം നമ്മെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ വളരെ അനുഗ്രഹിക്കുകയും നമ്മുടെ തലമുറകൾ ദൈവത്താൽ മാനിക്കപ്പെടുകയും ചെയ്യും. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.